പ്രഭാത പ്രാർത്ഥന. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. യെശയ്യാ 40:31. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, അങ്ങയുടെ അനന്തമായ കരുണയിലും അചഞ്ചലമായ സ്നേഹത്തിലും മറ്റൊരു മനോഹരമായ പ്രഭാതം ഒരുക്കി വച്ച് അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയല്ലോ. നന്ദി നാഥ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായവയെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അങ്ങ് തന്നെ ഞങ്ങൾക്ക് വഴിതെളിച്ച് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അസഹനീയമായ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വരുന്നു. എല്ലാം നേരെയായെന്ന് കരുതി ആശ്വസിക്കുമ്പോഴേക്കും അതിലും വലുതായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു. അത്രമേൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ജീവിത മേഖലകളിലാകെ നിരാശയും പരാജയഭീതിയും മാത്രം തളം കെട്ടി നിൽക്കുന്നു. ആശ്രയമർപ്പിക്കാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഭാരപ്പെട്ടും കണ്ണീരൊഴുക്കിയും ദുഃഖിച്ചും വാടിത്തളർന്നും ആശയറ്റവരെ പോലെ ഞങ്ങൾ വീണുപോകുന്നു. കർത്താവേ, അലിവോട് ഞങ്ങളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളിൽ നിന്നും മാനസിക വ്യഥകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ശക്തിയുടെയും സമാധാനത്തിൻ്റെയും തണലിൽ ഞങ്ങളെ അഭയമണയ്ക്കുകയും കൃപയുടെ സമൃദ്ധിയിലും രക്ഷയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യമായി അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ രക്ഷിച്ചെല്ലണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.